തിരുവനന്തപുരം വഞ്ചിയൂരിൽ പട്ടാപ്പകൽ സ്ത്രീക്ക് നേരെ വെടിവെപ്പ്. ചെമ്പകശ്ശേരി സ്വദേശിയായ ഷിനിയെ വീട് കയറിയാണ് എയർഗൺ ഉപയോഗിച്ച് അക്രമി വെടിവെച്ചത്. അക്രമി സ്ത്രീയാണ് എന്നാണ് പോലീസിന്റെ ആദ്യ നിഗമനം. കയ്യിൽ പരിക്കേറ്റ ഷിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 8:30യോടെയാണ് നാഷണൽ ഹെൽത്ത് മിഷനിലെ ജീവനക്കാരിയായ ഷിനിയുടെ ചെമ്പകശ്ശേരി പെരുന്താനി പോസ്റ്റ് ഓഫീസ് ലൈനിലുള്ള വീട്ടിൽ കയറി അക്രമി വെടിയുതിർത്തത്. ഷിനിക്ക് പാഴ്സൽ നൽകാനെന്ന വ്യാജേനയാണ് അക്രമി എത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. കയ്യിൽ കരുതിയിരുന്ന എയർഗൺ ഉപയോഗിച്ച് 2 തവണ വെടിയുതിർത്തു. ഇത് തടയാൻ ശ്രമിക്കവെയാണ് ഷിനിയുടെ കൈവെള്ളയിൽ വെടിയേറ്റത്. തലയും മുഖവും മുഴുവൻ മറച്ചിരുന്നതിനാൽ അക്രമിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നും അക്രമകാരണം വ്യക്തമായിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു. എയർ ഗണ്ണോ അറിയില്ല എന്താണ് സംഭവം, അത് എടുത്തിട്ട് ഫയർ ചെയ്തതായിട്ട്. അപ്പോൾ കയ്യിൽ ചെറിയ ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ ബാക്കി അന്വേഷണം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് വന്ന് എന്താണ് സംഗതികൾ, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ പറയാം. അക്രമി പാഴ്സൽ നൽകാൻ ഷിനി തന്നെ വരണമെന്ന് നിർബന്ധം പിടിച്ചതായി ബന്ധുക്കൾ പറയുന്നു. അവർ ഒപ്പിടാനിങ്ങനെ ശകലം ആഞ്ഞതും ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് വെടിവെച്ചു. വെടിവെക്കുന്നുമ്പേ വെടിവെക്കുന്നത് തടയാനും തക്കവണ്ണം കൈ പൊക്കി, ഉള്ളം കയ്യിൽ വെടിയുണ്ട്. അതിൻ്റെ കൂടെ 2 വെടി സൈഡിലോട്ട് താഴെ ടിപ്പ് ടിപ്പ് എന്ന് 2 വെടി വെച്ചു. അക്രമി കാറിലെത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. 24 തിരുവനന്തപുരം. അപ്പോൾ അതിന് ദുരൂഹത എന്താണെന്നൊക്കെ പോലീസ് അന്വേഷിക്കേണ്ട കണ്ടെത്തേണ്ടത്. ഇവിടെ സനൽകുമാർ പറയുന്നു, ഈ ദുരന്തം ഒരു പാഠമാകണം. ദേശീയപാത നിർമ്മാണം അപാകതകൾ പരിഹരിക്കണം. പല സ്ഥലത്തും ജനത്തിന് ജീവൻ അപകടത്തിലാണ്. മലയിടിക്കൽ ഒരു സുരക്ഷയുമില്ലെന്ന് സനൽകുമാർ പറയുന്നു. സനൽ, അതെന്തായാലും നമ്മൾ ഈ ദൗത്യം കഴിയുമ്പോൾ നമുക്കുള്ള ശിരൂർ പാഠങ്ങൾ പറയാൻ കുറേ, നമ്മൾ നേരിട്ട് പോയി കണ്ട ബോധ്യപ്പെട്ട കുറേ അധികം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പ്രേക്ഷകരോട് അത് പറയുകയും ചെയ്യും. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന ദേശീയപാതയ്ക്ക് മണ്ണടിക്കാൻ പാകമല്ലാത്ത വഴിയിൽ കൂടെ മണ്ണടിച്ചിട്ടുണ്ടാക്കാൻ പോകുന്നത് കൊടിയ ദുരന്തമാണ്. ഷിരൂർ എന്ന് പറയുന്നത് കർണാടകത്തിന് മാത്രം ഉള്ള പാഠമല്ല, അത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുള്ള പാഠം കൂടിയാണ്. നമുക്ക് പിന്നെ സംസാരിക്കേണ്ടതുമാണ്.